+1 നമ്മളിതാ ഇതുപോലെ കൈവെള്ളയിൽ ഒതുങ്ങി. യഥാർത്ഥത്തിൽ നിങ്ങളുടെ +1 പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും, അയ്യോ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി, ആദ്യമേ ഞാൻ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ +1 അടിപൊളിയായിട്ട് പഠിക്കാമായിരുന്നു, എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ കുറേ പേർക്ക് തോന്നിയിട്ടുണ്ടാകാം. കുറേ പേര് ആദ്യം തൊട്ടേ നമ്മുടെ കൂടെ പ്രിപ്പറേഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സെറ്റായിട്ട് +1 ഒക്കെ പഠിച്ച് തീർത്തവരും എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതിയവരും ഇതിൻ്റെ കൂട്ടത്തുണ്ടാകാം. എന്തായാലും ഇനി വരാൻ പോകുന്നത് 12th ആണ്. 12th എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ ചുമക്കേണ്ടി വരുന്ന ഒരു വർഷമാണ്. നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല, യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ്. സോ +1 നിങ്ങൾക്ക് മിസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവാൻ കുറച്ച് ലേറ്റായി പോയി, കുറച്ചുകൂടി പഠിക്കാനുണ്ട്, പഠിത്തം ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ തോന്നുന്ന കുറേ പേരുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ അവസാനം കൊണ്ടുവച്ച് പഠിച്ച് രക്ഷപ്പെട്ടതുപോലെ +1 അതുപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പക്ഷേ അവസാനം നിരാശയോടെ ഇപ്പോൾ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ കുട്ടികൾ ഇതിനകത്ത് ഉണ്ടാകും. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് 11th പോലെ അല്ല 12th എന്ന് പറയുന്നത്. കാരണം 12th നിങ്ങൾക്ക് ലാബ് എക്സാമിനേഷൻ കൂടി കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാം ഒപ്പം നിങ്ങളുടെ ലാബ് എക്സാമിനേഷൻ, അപ്പോൾ ലാബിൻ്റെ പ്രിപ്പറേഷൻ അതിനകത്തുണ്ട്, റെക്കോർഡ് എഴുത്ത് എന്ന് പറയുന്ന വലിയൊരു പരിപാടി അതിനകത്ത് കിടപ്പുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആകുന്ന, ടൈം ഒട്ടും തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ 12th പോകുന്നത്. ഇതിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ കാര്യത്തിലൊരു തീരുമാനമാകും. സോ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് 11th മാർക്ക് കുറഞ്ഞു പോയി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഡബിൾ ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് മാറും. അപ്പോൾ ഈ 12th എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. കാരണം നിങ്ങൾക്കറിയാം 12th കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ ഭാവി എന്ത് എന്ന് നിശ്ചയിക്കുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിഗ്രി കോഴ്സുകളിലേക്കാണ്. ചിലപ്പോൾ പ്രൊഫഷണൽ ആകാം, നോൺ പ്രൊഫഷണൽ ആകാം. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി 12th റിസൾട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടക്കത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ടും പ്ലാനോടുകൂടി സ്ട്രാറ്റജിറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം സംഭവിച്ച എല്ലാ പാളിച്ചകളും നമ്മളിവിടെ മാറ്റിവെച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ, അതാണ് 12th അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. സോ 12th അഗ്നി ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ 12th സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷനാണ് അഗ്നി ബാച്ചിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അറിയണ്ടേ? സോ 11th നിങ്ങൾക്ക് തന്നതുപോലെ തന്നെ ഇപ്പോൾ പുതിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. 11th നമ്മൾ കൊടുത്തതുപോലെ 12th നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുക, കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കി തരിക എന്നത് തന്നെയാണ് ആദ്യത്തെ പരിപാടി, അല്ലേ? യെസ്, ബേസ്മെന്റ് ക്ലിയർ ആയാലേ നമുക്ക് മുകളിലോട്ട് കെട്ടിടം കെട്ടിപ്പൊക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ ആ തിയറി പാർട്ട് ഏറ്റവും നന്നായാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു തിയറി ബേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ചാപ്റ്റേഴ്സും കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമിനേഷൻസ് ഉണ്ടാകും. എക്സാം ഇട്ടിട്ട് വെറുതെ പോവുകയല്ല, ആ എക്സാമിനേഷൻ്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഡിസ്കഷൻസും നിങ്ങൾക്ക് ഉണ്ടാകും. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ആൻസർ ചെയ്യേണ്ടത്, നിങ്ങൾ ആൻസർ ചെയ്തത് കറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സെൽഫ് വാല്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്കഷൻസും ഇതിനോടൊപ്പം ഉണ്ടാകും. ഓഫ് കോഴ്സ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് തോന്നാൻ സാധ്യതയുണ്ട്. സോ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ടേം എക്സാമിനേഷൻസ് വരും, ഓണം, ക്രിസ്മസ്, അല്ലേ? സോ ഈ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടൈം എക്സാമിനേഷൻസ് എല്ലാം സ്കൂൾ എക്സാം നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സ്കൂളിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ പറയുന്ന ഓണം എക്സാമിൻ്റെയും ഒപ്പം ക്രിസ്മസ് എക്സാമിനേഷൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻസും നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നതായിരിക്കും. അതും സ്കൂൾ എക്സാമിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഓഫ് കോഴ്സ് നമ്മളൊരു ജനുവരിയോടുകൂടി എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മുടെ മോഡൽ എക്സാം അതുപോലെ തന്നെ പബ്ലിക് എക്സാം, ഈ എക്സാമിനേഷൻസിന് മുന്നേ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ റിവിഷൻ ക്ലാസ്സുകളിലൂടെ എല്ലാ ടോപ്പിക്സും തറോ ആയിട്ട് നിങ്ങൾ പഠിച്ച് എക്സാമിനേഷൻ എന്താ പറയുക പുഷ്പം പോലെ നിങ്ങൾ എഴുതിയിട്ട് വരുന്ന രീതിയിൽ എല്ലാ രീതിയിലും നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഷെഡ്യൂളിംഗ് ചെയ്തിരിക്കുന്നത്. അവസാനം ഓരോ എക്സാംസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഓരോ എക്സാമിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ അടുത്ത സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ എല്ലാം റിവിഷൻ ക്ലാസ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി അല്ലേ, അതെന്താ, ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ്റെ ഇടയിൽ കൂടി വന്നാൽ എന്തോ ചെയ്യും എന്നതായിരിക്കും അല്ലേ. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ അഥവാ ഇതിനിടയിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും.
സോ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും അതിന്റെ തീരുമാനം നിങ്ങൾ എടുക്കുന്നത്. എന്നാൽ പോലും ഇംപ്രൂവ്മെന്റ് ഇനി നിങ്ങൾ ബേജാറാകേണ്ട കാര്യമേ ഇല്ല, അതും ഞങ്ങൾ ഇങ്ങ് എടുക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ പാക്കേജ്, ഒരു വർഷത്തെ ഈ ക്ലാസ്സുകൾ, അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും എത്രയാണ് ഇതിന്റെ ഫീസ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു വർഷത്തേക്കുള്ള ഈ ഒരു ട്യൂഷന്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ അടയ്ക്കേണ്ടത് വെറും 4250 rupees മാത്രമാണ്. സോ ഈ ഒരു കോഴ്സിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും +1 ഉഴപ്പി നടന്ന എല്ലാ ഫ്രണ്ട്സിനോടും കൂടി പ്രത്യേകിച്ച് എല്ലാവരോടും പറയുക, +2 നമുക്ക് സെറ്റ് ആകണം, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരൂ, നിങ്ങളും ജോയിൻ ചെയ്യൂ. നല്ല രീതിയിൽ +2 ക്ലാസ്സുകൾ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. അപ്പോൾ സീ യു ഇൻ ദി ക്ലാസ് റൂം.